മീനാക്ഷി പുഴയിൽ അവിടെ ഈ ഇവരുടെ ദിലീപ് കോണ്ടെ വലിയ ഉപകരണങ്ങളുടെ താഴെയായിട്ട് ഇദ്ദേഹത്തിന്റെ കൈ പുറത്തായിരുന്നു. അപ്പം ഇന്നലെ നല്ല വെള്ളവും കലങ്ങിയ വെള്ളവുമായിരുന്നു. പക്ഷെ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു. അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. ആ ബോഡി എടുത്ത് നേരെ രണ്ടാമത്തെ ബോഡിയും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അല്ല രണ്ടാമത്തെ ബോഡി ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ സൈഡ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പുഴയ്ക്ക് സമയം പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അവൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തു. കൂടുതൽ പരിശോധനകൾക്ക് നടത്താനുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഈ പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20-അംഗ NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണത വന്നിട്ട് പറയാം. അവരുടെ ഫാമിലി ഇവിടെയുണ്ട്. ഫാമിലി ഇന്നലെ നമ്മൾ താമസിപ്പിച്ചു. മുഖ്യമന്ത്രി അവരെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. ഇന്ന് കാലത്ത് അവരും ഇപ്പം ബോഡി ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണതയിൽ പറയാറായിട്ടില്ല. അവർ കൂടെ പോയിട്ടുണ്ട്. ഇപ്പം ഈ ബോഡിയും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈത്തിരി ആശുപത്രിയിൽ നടക്കും. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എൻബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.